നമസ്കാരം. മിഴിയോരത്തിൻ്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയിൽ ഇന്ന് കുക്കറി സെഗ്മെന്റ് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സെഗ്മെന്റ് ആണ് കുക്കറി സെഗ്മെന്റ്. അപ്പോൾ ഇന്ന് ഞാൻ കുക്കറി സെഗ്മെന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഡിഷസ് ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അതിഥിയായി ലഭിച്ചിരിക്കുന്നത് സൺ ആൻഡ് സ്കൈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അൽറിഗ ഹോട്ടൽ അൽ ഖലീജ് പാലസ് ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫ് ശ്രീജിത്ത് ആണ്. നമസ്കാരം. മിഴിയോരത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഹെൽത്തി ഫുഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യും. പലപ്പോഴും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ് അല്ലേ? അപ്പോൾ അതിൽ പലരും വണ്ണം കുറയ്ക്കാനായിട്ട് പല ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് ഡിന്നറൊക്കെ സ്കിപ്പ് ചെയ്യുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും അത്ര നല്ല ഒരു ശീലമല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഹെൽത്തി ഫുഡ് എന്തൊക്കെയാണെന്നും അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസും ഒക്കെ നമുക്കൊന്ന് പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ആദ്യമായിട്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇവിടെ ഹോട്ടലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആക്ച്വലി എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഫുഡിനെ കുറിച്ച് ഉദ്ദേശിക്കുമ്പോൾ തന്നെ പറയണത് ഇറ്റ്സ് എ ജങ്ക് ഫുഡ്. അതെ, എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് ഒരുപാട് ഹോട്ടൽസിൽ ഡയറ്ററി ഫുഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഫുഡുണ്ട്. അതുപോലുള്ള ഒരു 2-3 ഐറ്റംസാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യണത്. നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് ഓരോന്നിലേക്ക് ചെല്ലാം. അപ്പം ഇവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതെന്താണ്? ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സലാഡാണ്. ഇത് ആക്ച്വലി ബീൻ സ്പ്രോട്ട്സ്, അതായത് നമ്മളെ ഗ്രീൻ ഗ്രാം മുളപ്പിച്ചതാണ്. ഗ്രീൻ ഗ്രാം ആസ് ആൻ ഹോൾ മുളപ്പിച്ച് കഴിയുമ്പോൾ അതിന് പ്രോട്ടീൻ വാല്യൂ കൂടുന്നു. വിത്ത് റെഡിഷോ ലെറ്റ്യൂസ്, അതാണ് മെയിനായിട്ട് ഇതിലുള്ളത്. പിന്നെ സോൾട്ട്, പേപ്പർ, ഇൻഗ്രീഡിയൻസ്, ഒലിവ് ഓയിൽ, ബാൾസമിക് വിനീഗർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇതിലെന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് യു നോ ദിസ് ഇസ് പ്രോട്ടീൻ ഓറിയൻറ്റഡ്. ദെൻ റെഡിഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഒരു ഇതാണ്. മോണോസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് കൺസ്യൂം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺസ്യൂം ചെയ്യുന്നത് ഇതൊരു ഹെൽത്തി ഫുഡാണ് ആസ് എ ഹോൾ. നമ്മൾ നോർമലി ലഞ്ച് സമയത്ത് ഇപ്പോൾ ലൈറ്റായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ, സലാഡ് മാത്രം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വേറെ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൽമൺ ആണ്. ദിസ് ഈസ് സ്മോക്ക് സാൽമൺ. സ്മോക്ക് സാൽമണിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്കാഡോ, പിന്നെ അതിൽ മിക്സ് ചെയ്തിട്ടുള്ളത് അവക്കാഡോ, ടൊമാറ്റോസ്, ഒലിവ് ഓയിൽ. ബേസിക്കലി പറയുമ്പോൾ ഒലിവ് ഓയിൽ തന്നെയാണ് ഒരു ഹെൽത്തി ഫുഡിൻ്റെ ഇതാണ്. ഒരുമാതിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതിൽ. ഒലിവ് ഓയിൽ ക്യാൻസർ, കൊളസ്ട്രോൾ ഫ്രീ, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അരഗുള ലീവ്സ്, ഇറ്റ്സ് ലിറ്റ് ബിറ്റ് സ്പൈസി പോലെ തോന്നും. Then it's called arugula leaves. Arugula, baby arugula എന്ന് പറയുന്നതിന് റോക്ക ലീവ്സ് എന്ന് പറയും. അങ്ങനെ പല 2-3 പേര് പറയും അതിന്. അവക്കാഡോസിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്കാഡോസിൽ നമുക്കുള്ളത് ഒരുപാട് കൊളസ്ട്രോൾ ഫ്രീ ഫാറ്റ് ഉണ്ട്. ഒരുപാട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് ഒരു ഹെവി ഫുഡാണ്, പക്ഷേ ഇറ്റ്സ് വെരി ഹെൽത്തി ആക്ച്വലി. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുക, മിൽക്ക് ഷേക്ക്, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ബാൾസമിക് വിനീഗറിന് ഒരുപാട് ഇതുണ്ട്. അത് ഉണ്ടാക്കുന്നത് തന്നെ ഒരു ഗ്രേപ്സിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് വിനീഗർ. നേരത്തെ പറഞ്ഞ ഗുണങ്ങളെല്ലാം അതിനും ഉണ്ട്. ആൻറ്റി ഓക്സിഡൻസ്, പിന്നെ വൈറ്റമിൻസ് കെ, അങ്ങനെ ഒരുപാട് വൈറ്റമിൻസും എല്ലാം ഉണ്ട്. ഇതിനകത്ത് സ്റ്റഫ് ചെയ്തിട്ടുള്ള ഞാൻ പറഞ്ഞ അവക്കാഡോ, ടൊമാറ്റോസ്, ലെമൺ ജ്യൂസ്, പിന്നെ സോൾട്ട്, പെപ്പർ, അത്രേ ഉള്ളൂ ആക്ച്വലി. അപ്പോൾ ഈ സോൾട്ട് പെപ്പർ, ഈ പെപ്പർ തന്നെ നോക്കിയാൽ നമുക്ക് നമ്മളെ കേരള ഇതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം. നമ്മൾ പെപ്പർ ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ്. ലൈക്ക് ഇപ്പോൾ കോൾഡിന്, അങ്ങനെ പിന്നെ ഡൈജഷൻ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് ശരിക്കും സ്മോക്ക്ഡ് ആയിട്ടാണോ നമുക്കത് അവൈലബിൾ ആയിട്ടാണ്? നമ്മളത് എങ്ങനെയാണത്? ആക്ച്വലി സാൽമൺ എന്ന് പറയുന്ന ഫിഷ് ഇത് കൂടുതലും വരുന്നത് യൂറോപ്യൻ കൺട്രീസിൽ നിന്നാണ്. നോർവീജിയൻ ഒക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലം.
അപ്പോൾ അവർ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രഷ് ആയിട്ട് ഫില്ലേഴ്സ് വരുന്നുണ്ട്. ഫ്രഷ് ഫില്ലേ വന്നിട്ട് നമ്മളത് കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട്. അതും വളരെ ഹെൽത്തിയാണ്. ഇതിപ്പോൾ റെഡി ടു ഈറ്റ് ആയിട്ട് മാർക്കറ്റിൽ നമുക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലും എല്ലാം പോയി കഴിഞ്ഞാൽ റെഡി ടു ഈറ്റ് അവൈലബിൾ ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ അവരിതിനെ പിടിച്ചതിന് ശേഷം അത് നമ്മൾ അവരുടെ സ്മോക്ക് റൂംസ് ഉണ്ട്. ഈ സ്മോക്ക് റൂംസിൽ കൊണ്ടുവച്ചിട്ട് അതിനെ സ്മോക്ക് ചെയ്ത് കുറച്ച് സോൾട്ടിൽ ക്യൂർ ചെയ്തെടുത്തിട്ട് അത് ഒരു 24 to 48 hours ആണ്. ഡിപ്പെൻസ് അപ്പോൺ ദ ക്വാളിറ്റി. പിന്നെ അതിൻ്റെ മീറ്റിൻ്റെ തിക്നെസ്, സ്ട്രക്ചർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കാം. ഈ സ്മോക്ക് സാൽമണിൽ മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് വൈറ്റമിൻ ഡി ഉണ്ട്. ഈ വൈറ്റമിൻ ഡി ഒരുപാട് നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ്. പലപ്പോഴും പലരുടെയും ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നുണ്ട് വൈറ്റമിൻ ഡി. പ്രത്യേകിച്ച് ദുബായിൽ അതൊരു വളരെയധികം ഡെഫിഷ്യൻസി ആയിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് അതിനെപ്പറ്റി പറയാറുണ്ട്. അതിനെ കഴിഞ്ഞാൽ ബോണിന് പ്രോബ്ലംസ് ഉണ്ടാവുക. വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ ഇപ്പോൾ ദുബായിൽ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗൾഫിനെ സംബന്ധിച്ചോളം ഹോട്ട് സീസണാണ്. മോർണിംഗ് രാവിലത്തെ സൂര്യൻ അതിൽ നിന്നാണ് അത് കിട്ടേണ്ടത്. പിന്നുള്ളത് ഫുഡ് സോഴ്സ് ആണ്. രാവിലത്തെ സൂര്യൻ ഒരുപാട് ആൾക്കാർക്ക് മിസ് ചെയ്യാറുണ്ട്. കാരണം എല്ലാവരും ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറുന്നു, പിന്നെ അടുത്ത് അപ്പോൾ മിസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഡയറ്ററിയിലൂടെ നമുക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് സാൽമണിൻ്റെ ഒരു വെറൈറ്റി മാത്രമാണ് സ്മോക്ക് ടൈപ്പ്. പിന്നെ നമുക്കത് പോച്ച് ചെയ്ത് കഴിക്കാൻ കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിക്കാൻ കുറച്ചും കൂടി ഫാറ്റ് കണ്ടന്റ് കൂടുന്നു മാത്രം, ഫ്രൈ ചെയ്യണ ഫാറ്റ്. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതും ആക്ച്വലി ഒരു മുളയാണ്. ആൽഫ എന്ന് പറയുന്നത്. ആൽഫ പ്ലാന്റ്. അതിൻ്റെ ഒരു മുളയാണ്. അതും ഇതേപോലെ ഒരുപാട് ഹെൽത്ത് ഓറിയൻ്റ് ആയിട്ടുള്ള സാധനം. പിന്നെ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാം നമ്മൾ ഹൈജീനിക്കലായിട്ടാണ് എടുക്കുന്നത്. എന്നാലും ഇതിപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളത് കുറച്ചുകൂടി കെയർ ചെയ്തെടുക്കേണ്ടി വരും. അതിൻ്റെ മോൾ ഭാഗം മാത്രം എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അടിയിലത്തെ സാൻഡ് പാർട്സ്, ജേംസ് അത് മാറ്റി നിർത്തിയിട്ട് വേണം ചെയ്യാൻ. കാരണം സാൽമണില്ല അതിനെ ഒരുപാട് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണത്. പക്ഷേ അത് നമ്മൾ നോക്കില്ല എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വരും, പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് വളരെയധികം നല്ലൊരു മെഡിക്കേറ്റഡ് സാധനമാണ്. പിന്നെ കേപ്പേഴ്സ് ആണത്. ദാറ്റ്സ് എ ഫ്ലവർ ആക്ച്വലി. അത് നമ്മൾ ക്യൂർ ചെയ്തിട്ട് എടുക്കുന്നത്. സോൾട്ട് ബ്രാൻഡിലിട്ടിട്ട് ക്യൂർ ചെയ്തിട്ടാണ് സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ ബെറീസ് ഉണ്ട്. അതും ആക്ച്വലി അങ്ങനെ തന്നെ വരിക. അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിഷ് അല്ലേ. അപ്പൊ നമുക്ക് തേർഡ് ഡിഷിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിനിപ്പം വീട്ടില് പലപ്പോഴും വീട്ടമ്മമാരാണ് നമ്മുടെ പ്രേക്ഷകര്. അപ്പൊ പെട്ടെന്ന് നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരു സമയം നമുക്കൊരു പക്ഷേ പ്രതീക്ഷിക്കാതെ അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. വരുന്ന സമയം നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് അവർക്കൊന്ന് ആസ് എ ഷെഫ്, എക്സിക്യൂട്ടീവ് ഷെഫാണ്, ഈ ഫീൽഡിൽ എത്തിയിട്ട് എത്ര നാളായി? ഞാനൊരു 17 വർഷമായിട്ട്. ഇവിടെ തന്നെയായിരുന്നോ അതോ? ഇല്ല, ഞാൻ ഒരുപാട് കുറച്ച് നാൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്നു, പിന്നെ പുറത്തുണ്ടായിരുന്നു, ആഫ്രിക്ക, പിന്നെ പോളണ്ട്, അങ്ങനെ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. 2-3 കൾച്ചറിലേക്ക് പോയിട്ടുണ്ട്. കുറച്ച് നാൾ എല്ലായിടത്തും നിന്നിട്ടുണ്ട്. അവരായിട്ടുള്ള ഡയറക്റ്റ് മിങ്കിളിങ്ങിന് വേണ്ടിയിട്ട്. നാട്ടിലെവിടെയാണ്? നാട്ടില് എറണാകുളത്ത് നോർത്ത് പറവൂർ എന്ന് പറയും, അവിടെയാണ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വീട്ടമ്മമാരെ സഹായിക്കാനായിട്ട് പെട്ടെന്ന് ഒരാൾ വരികയാണ്. അപ്പൊ നമുക്ക് സ്ഥിരമുള്ള കറികളിൽ നിന്നൊക്കെ ഒന്ന് മാറി എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആസ് എ ഷെഫ് നമുക്കൊരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ ടിപ്പ് പറയുന്നത് പറഞ്ഞാൽ നമ്മളിപ്പം ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലുണ്ടാവും തക്കാളി, എഗ് പ്ലാന്റ്സ്. പിന്നെ തക്കാളി, എഗ് പ്ലാന്റ്സ് ഈ രണ്ടും മാത്രം ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ വേറെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാം, വെജിറ്റബിൾസ് വേറെ ഉപയോഗിക്കാം, സുക്കിനി അല്ലെങ്കിൽ ബേബി മാരോ, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് ഉള്ളത് അവൈലബിൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പറയുകയാണെങ്കിൽ ഒരു രത്തത്തോയ്, ഇപ്പോൾ എല്ലാവരും കണ്ടു കാണും, ഒരു ഫിലിം ഉണ്ടല്ലോ രത്തത്തോയ്. അതൊരു സിമ്പിൾ ഹോം ഡിഷ് എന്ന് പറയും ആക്ച്വലി. അതിൽ കാര്യമായിട്ട് കുക്കിംഗ് ഇല്ല, എന്നാൽ അത് ഹെൽത്തിയാണ്. കാരണം അതിൽ ഉപയോഗിക്കുന്നത് ഓയിൽ, നമ്മൾ ഒലിവ് ഓയിൽസാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ടൊമാറ്റോയൊക്കെ എല്ലാം സ്ലൈസ് ചെയ്തെടുത്തിട്ട് അത് ഒലിവ് ഓയിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കളർ ചെയ്തതിന് ശേഷം നമ്മൾ ലെയർ ചെയ്ത് വെക്കും. അതേപോലെ തന്നെ ആ ബാക്കിയുള്ള എക്സസ് ടൊമാറ്റോസ് കൊണ്ട് ഒന്ന് ജസ്റ്റ് കുറച്ച് സോൾട്ടും പെപ്പർ, ഒലിവ് ഓയിൽ അടിച്ചിട്ട് പ്യൂറി അടിക്കുക. മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചതിന് ശേഷം പ്യൂറി ആക്കിയതിന് ശേഷം ആ ടൊമാറ്റോ പ്യൂറി അതിലേക്ക് ഒഴിച്ച് നമ്മൾ കുക്ക് ചെയ്യും.
2 മിനിറ്റ് കുക്കിംഗ് അത്രേ വേണ്ടോ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് അങ്ങനത്തെ ടൊമാറ്റോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുക്കിനി, എഗ് പ്ലാന്റ്സ്, ഇതിനെല്ലാം കുക്കിംഗ് ടൈം വളരെ കുറവാണ്. പിന്നെ ഒരുപാട് അധികം കുക്ക് ചെയ്യാണ്ട് കഴിക്കുക, ആവശ്യത്തിന് മാത്രം കുക്ക് ചെയ്ത് കഴിക്കുക. അതുകൊണ്ട് നമ്മളത് ബേക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് അതേപോലെ തന്നെ കുക്ക് ചെയ്ത് നേരെ അത് ഇട്ടിട്ട് കഴിക്കാം. പിന്നെ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട്, നമുക്ക് പറ്റണത് കിട്ടാവുന്ന ഹെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ എല്ലാ ഹെർബ്സ് ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ തൈം, റോസ്മേരി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പാഴ്സലി, ഇതെല്ലാം നമ്മളിതിൽ ആഡ് ചെയ്ത് വയ്ക്കാം, ഉള്ളതുപോലെ ഉണ്ടാക്കാം. സോൾട്ട് ആൻഡ് പെപ്പർ മെയിനായിട്ട് ഉപയോഗിക്കാം. ഓയിൽ ഇത് പിന്നെ നമ്മൾ എപ്പോഴും ഹെൽത്തി കുക്കിംഗ് ഒലിവ് ഓയിലാണ്. പിന്നെ നമ്മുടെ കേരള കുക്കിംഗ് ഒക്കെ പറയുമ്പോഴും കോക്കനട്ട് ഓയിൽ. അല്ലാണ്ട് നമ്മളുടെ ബാക്കിയുള്ള കുക്കിങ്സിൽ കോക്കനട്ട് ഓയിലൊന്നും വരാറില്ല. നമ്മളെ കേരളത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് കൂടുതലായിട്ട് കോക്കനട്ട് ഓയിൽസ് വരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഇപ്പോൾ ഹോട്ടൽസ് എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ജങ്ക് ഫുഡാണ്, ഹോട്ടലിലെ ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഹോട്ടലിൽ സമീപിക്കുകയാണെങ്കിൽ അവർക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ, അതിന് അവർക്കൊരു സ്പെഷ്യൽ മെനു ഉണ്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫുഡ് ആയിരിക്കുമല്ലോ ഹോട്ടലിൽ നമുക്ക് തരുന്നത്, അല്ലേ? അപ്പൊ ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അവർക്കായിട്ട് നമുക്ക് സ്പെഷ്യൽ മെനു അങ്ങനെയുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ഹോട്ടൽസിലും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിറ്റ്നസ് സെന്റർ ഉണ്ടാവും. ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഫിറ്റ്നസ് സെന്റർ ഉണ്ടാവും. അവിടെ വരുന്ന ഗസ്റ്റ് ഒരുപാട് ഡയറ്റ്സ് എടുക്കണം, അല്ലെങ്കിൽ അവർ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അങ്ങനെ ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടാവാറുണ്ട് നമുക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി, അവർക്ക് വേണ്ടി, അങ്ങനത്തെ ഗസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ സെക്ഷൻ തന്നെ വയ്ക്കാറുണ്ട് പല ഹോട്ടലിൽ. ഇപ്പോൾ നമ്മളെ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറിയൽസ് അല്ലെങ്കിൽ കോൺഫ്ലേക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം വിത്ത് മിൽക്ക്. സ്കിംഡ് മിൽക്കാണ് സാധാരണ അവർക്ക് ഉപയോഗിക്കുക. അപ്പോൾ ലോ ഫാറ്റ് ആയിട്ടുള്ള സ്കിംഡ് മിൽക്ക്, ഇല്ലെങ്കിൽ സോയ മിൽക്ക്, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നട്ട്സ്, ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഇതെല്ലാം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഹോട്ടായിട്ടായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബ്രെഡ്, ഹോൾ മീൽ ബ്രെഡ്, അതൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ റാഗി, റാഗിയുടെ ബ്രെഡ്, അതെല്ലാം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് അസുഖങ്ങളും ഡിസീസൊക്കെ ഉള്ള കാരണം തന്നെ മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് ഗ്ലൂട്ടൻ ഫ്രീ ഫ്ലോർസ്. അതിപ്പോൾ ബേക്കറി പ്രോഡക്ട്സിൽ ഒരുപാട് അത് ഉപയോഗിക്കുന്നുണ്ട്. പലർക്കും അത് അലർജിക്കാണെന്ന്, ഒരുപാട് ഗ്ലൂട്ടൻ അലർജി ഉള്ളത്, പ്രത്യേകിച്ച് വെസ്റ്റേൺ ആണെന്ന് എൻ്റെ ഓർമ്മ. വെസ്റ്റേൺ കൺട്രീസിൽ ഗ്ലൂട്ടൻ അലർജി ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്യാറുണ്ട്. അങ്ങനെ അവർക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ബുഫേ ആണ് ഇടുന്നതെന്ന്, ബുഫേയിൽ നമ്മൾ സെപ്പറേറ്റ് അവർക്ക് വേണ്ടി സെക്ഷൻ മാത്രമേ ഉണ്ട്. നമ്മൾ പിന്നെ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ് യോഗട്ട്. നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ അറിയാം, തൈര് വളരെ സ്റ്റൊമക്കിനൊക്കെ വളരെ നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റ്, ഏർലി ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ അത് പല ഫ്ലേവറിലും പല ഫ്ലേവറിൽ നമുക്ക് ലഭിക്കാറുണ്ട് മാർക്കറ്റിൽ. ഇല്ലെങ്കിൽ തന്നെ നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്കിപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട്, ഇപ്പോൾ മാംഗോ അല്ലെങ്കിൽ സ്ട്രോബെറി, അല്ലെങ്കിൽ അതേപോലെ ബെറീസ് എല്ലാം വളരെ നല്ല ഇതാണ്. വൈറ്റമിൻസിൻ്റെ ഉണ്ട്, ഒരുപാട് വൈറ്റമിൻസ് ഉള്ള സാധനം, അയൺ, വൈറ്റമിൻ. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് അത് മാത്രം മിക്സ് ചെയ്താൽ മതി. ഷുഗർ വേണമെങ്കിൽ ഷുഗർ, ഇപ്പോൾ ഡയറ്റ് നോക്കണ നേരത്തെ ഷുഗർ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഇൻഫാക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഷുഗർ ഫ്രീ ഷുഗേഴ്സ് ഒക്കെ വരും, അതും അവോയ്ഡ് ചെയ്യുക എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഹണി ഉപയോഗിക്കാം മധുരത്തിന് വേണ്ടിയിട്ട്. ഹണി അല്ലെങ്കിൽ നമ്മുടെ നാടൻ ശർക്കര, അത് ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്ത് യോഗട്ട് കഴിക്കുക. അപ്പോൾ നമുക്ക് 2 ഗുണങ്ങളും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പ്ലെയിൻ യോഗട്ടാണ് ആക്ച്വലി വയറിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഡിഷിലോട്ട് തന്നെ പോകാം അല്ലേ? അപ്പോൾ അതെന്താണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാം. എന്താണ് ഈ ഡിഷ്? ഏതാണ് ഇത്? ആക്ച്വലി പോച്ച്ഡ് ചിക്കൻ ആണ്. അതെ, നമ്മളിപ്പോൾ ജങ്ക് ഫുഡിൻ്റെ ഒരു ഐറ്റം പറയണതാണ് ചിക്കൻ. അപ്പോൾ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ക്രംബ് ചെയ്ത് കഴിക്കുന്നു. അതാണ് ഇപ്പോൾ കൂടുതലായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ജങ്കായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ചിക്കൻ വാങ്ങിച്ചിട്ട്, ആ ചിക്കനിൽ തന്നെ നല്ല ക്വാളിറ്റി ചിക്കൻസ് ഉണ്ട്, അത് വാങ്ങിച്ചിട്ട് നമ്മളിത് പോച്ച് ചെയ്തെടുക്കുകയാണ്. പോച്ച് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ പോച്ച് ചെയ്യുന്ന ലിക്വിഡിൽ വളരെ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ്. ആ കുക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ എല്ലാ ഹെർബ്സ് ആഡ് ചെയ്യണം. ഹെർബ്സ് എന്ന് പറയുമ്പോൾ വാട്ടർ, നമ്മൾ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അതിലേക്ക് ഇടാം. അതായത് ബേസിൽ, പാഴ്സലി, മിന്റ് ലീവ്സ്, കൊറിയാണ്ടർ, ഇതെല്ലാം ഇടും. പിന്നെ നമ്മൾ തൈം, അങ്ങനെ എല്ലാം നമ്മൾ അതിലേക്ക് ഇടുകയാണ്. അതിലിട്ടിട്ട് പതുക്കെ സ്റ്റോവിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ചിക്കൻ സോഫ്റ്റ് ആവുന്നു, അതോടൊപ്പം തന്നെ അതിലേക്ക് എല്ലാം ഇൻഫ്യൂസ് ചെയ്യണം. അപ്പോൾ അത് നല്ലൊരു ഹെൽത്തി ഫുഡാണ്. എന്നിട്ട് അത് നമുക്ക് അത് ആസ് ഇറ്റ് ഈസ് കഴിക്കാം, അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് വേറൊരു സലാഡിൻ്റെ കൂടെ കഴിക്കാം, ഇല്ലെങ്കിൽ തന്നെ ഇതേപോലെ സോസസ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സോസ് ഉണ്ടാക്കും. സെയിം ആ സോസ് ഈ ഹെർബ്സ് കൊണ്ട് ഉണ്ടാക്കി, ഈ പറഞ്ഞുള്ള എല്ലാ ഹെർബ്സും ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയുള്ള സോസാണ്. അതിൽ ഒലിവ് ഓയിൽ, പെപ്പറും മാത്രമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ഹെർബ്സ് എടുത്തിട്ട് നമ്മൾ ഒന്നുമില്ല ഈ ചിക്കൻ സ്റ്റോക്കിൽ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ചിക്കൻ സ്റ്റോക്കിൽ തന്നെ എടുക്കാം. സ്റ്റോക്കിൽ അപ്പം കാരണം അതിൽ ഓൾറെഡി ഇൻഫ്യൂസ്ഡ് ആണ് ഈ എല്ലാ വൈറ്റമിൻസ് എല്ലാം, ഹെർബ്സിൻ്റെ എല്ലാ കണ്ടന്റ് അതിൽ ഇൻഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ആ സ്റ്റോക്ക് തന്നെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് അത് ഉപയോഗിക്കണം. പിന്നെ നമ്മൾ ചീസ് അത് പാർമസൻ ചീസാണ്, ഇറ്റാലിയൻ ചീസ്. പിന്നെ അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്പ്ലേയിൽ വേണമെന്നുള്ളത്. പക്ഷെ നമുക്ക് ഈ ചിക്കൻ പല രീതിയിൽ അത് കഴിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ബ്രെഡിൻ്റെ കൂടെ, ഐ മീൻ ബ്രെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ബ്രെഡ് ലോസ് അല്ല, ബ്രെഡ് ലോസ് ആവാം, അല്ലെങ്കിൽ ടോട്ടിലാസ് ആവാം, ഇല്ലെങ്കിൽ ചപ്പാത്തി, അതിൻ്റെ കൂടെ എല്ലാം നമുക്ക് റോൾ ചെയ്ത് കഴിക്കാവുന്നുള്ളൂ. ഒരു സലാഡ് റോൾ ചെയ്യുക, എങ്ങനെ നമ്മൾ റോൾ ചെയ്യുന്നു അതേപോലെ ഇതിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തതിന് ശേഷം അത് സ്ലൈസ് ചെയ്ത് പോച്ചിട്ട് ചിക്കൻ ആണല്ലോ, അത് നമ്മൾ സ്ലൈസ് ചെയ്ത് എടുത്തതിന് ശേഷം അത് റോൾ ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ ഹെർബ്സ് അല്ലെങ്കിൽ ടൊമാറ്റോ അല്ലെങ്കിൽ ഇത് എല്ലാ കണ്ടൻസും ബെൽ പെപ്പേഴ്സ് മുതലുള്ള സാധനങ്ങൾ അതിലേക്ക് വെച്ച് റോൾ ചെയ്ത്. അപ്പോൾ ഇപ്പോൾ പിള്ളേർക്കൊക്കെ ആക്ച്വലി ഇപ്പോൾ റോൾ ചെയ്ത് വരുമ്പോൾ അവർക്കൊരു ഹെൽത്തി ആയിരിക്കും, അവർക്ക് കഴിക്കാനും പറ്റും. അത് ആക്ച്വലി ഒരു കംപ്ലീറ്റ് മീൽ പോലെ നിൽക്കും. കാരണം ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ 2 ചപ്പാത്തിയിൽ ഇത് റോൾ ചെയ്തതിന് ശേഷം പാർമസൻ ചീസ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ചീസ് ലൈക്ക് ചെഡാർ ആയാലും അല്ലെങ്കിൽ സ്പ്രെഡ് ചീസ് ആയാലും അത് ഇട്ടതിന് ശേഷം റോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം അത് ക്രീമി, അതിൻ്റെ ടെക്സ്ചർ, ക്രീമിനെസ് എല്ലാം കൂടി ആകുമ്പോൾ എല്ലാവർക്കും പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടേണ്ടതാണ്. ഇനി നമുക്ക് ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കിനെ കുറിച്ച്, അപ്പം അതായത് നമ്മുടെ വീട്ടിൽ വരികയാണ്, നമ്മളൊരു പെട്ടെന്ന് ഒരാൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ടൊമാറ്റോ വെച്ച് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇനി ഒരു റിഫ്രഷിംഗ്, ഒരു ചൂടത്ത് നമ്മുടെ വീട്ടിലോട്ട് വരുവാണെങ്കിൽ അവർക്കൊന്ന് റിഫ്രഷ് ആവാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രിങ്ക് അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് വെച്ച് കഴിഞ്ഞാൽ റിഫ്രഷിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു കയറി വയ്യാണ്ട് ടയേർഡ് ആയത് വരുന്ന ഒരാൾ ഒന്ന് ഉന്മേഷമാവണം അല്ലേ, ഹാസ് ടു ബി കൂൾ. നമ്മൾ ചൂടത്തുനിന്ന് വരെ കയറി വരുമ്പോൾ ഒന്ന് കൂളാവണം. നമ്മൾ സാധാരണ പറയാറുണ്ട് ഐസ് ഉപയോഗിക്കാൻ പാടില്ല, പക്ഷെ ഞാൻ ഇപ്പോൾ പറയാൻ പോണത് ഐസ് വെച്ചിട്ടാണ്. ബട്ട് വന്ന ഉടനെ നമ്മളെടുത്ത് കഴിച്ച് ചിലപ്പോൾ തൊണ്ടയൊക്കെ പിടിച്ചെന്ന് വരാം. ബട്ട് നമ്മൾ റിഫ്രഷിങ് എന്ന് പറയുമ്പോൾ കൂൾനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഇവിടെ ഉപയോഗിച്ചുള്ള ഹെർബ്സ് തന്നെ ഉണ്ട്. മിന്റ് ലീവ്സ് അത് നന്നായിട്ട് ബോഡി തണുപ്പിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ മിന്റ് ലീവ്സും കുറച്ച് ലെമണും ഈ പറഞ്ഞ ഐസും ഇട്ടിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുക്കുക, ജസ്റ്റ് സ്ട്രെയിൻ ചെയ്ത് കുഴിച്ച് കഴിഞ്ഞാൽ വളരെ റിഫ്രഷിങ് ആയിരിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ഓൺ ഫ്ലേവേഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ വീട്ടിലുണ്ടാകും കിവി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ട്രോബെറി അല്ലെങ്കിൽ ബെറീസ്, ഇതെല്ലാം അതിലേക്ക് ആഡ് ചെയ്തിട്ടതിന് ശേഷം ബ്ലെൻഡ് ചെയ്യാം. നമുക്ക് ഏത് ഫ്ലേവറാണെന്ന് വെച്ചാൽ ആ ഫ്ലേവറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കും. നമ്മളിൽ വീട്ടിൽ എന്താ ഉള്ളത് ആ ഫ്ലേവർ വെച്ചിട്ട്. ഒന്നുമില്ല, ഇപ്പോൾ ഫ്ലേവർ ഒന്നും ആഡ് ചെയ്യാനില്ലാത്തവർക്കാണ് മിന്റ് ലീവ്സ് മാത്രം ഇട്ട് ലെമൺ ഇട്ട് കഴിഞ്ഞാൽ അത് ദുബായിൽ ഒരുപാട് സ്ഥലങ്ങളിലും അവൈലബിൾ ആയുള്ള ഒരു ഡ്രിങ്കും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ പല രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്, അവിടെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ വെച്ച് ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു ഡിഷ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പം നാട്ടിൽ നിന്നൊക്കെ പോയി പല രാജ്യങ്ങളിൽ പോകുമല്ലോ, അപ്പോൾ നമ്മൾ പല ഫുഡ് ഐറ്റംസും ടേസ്റ്റ് ചെയ്ത കൂട്ടത്തിലും ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു ഡിഷ് ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? നമ്മൾ ഇപ്പോൾ പോളണ്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫെസ്റ്റിവലിന് ഉപയോഗിക്കുന്ന ഒരു ഡ്രിങ്കാണ്, സൂപ്പാണ്. ആക്ച്വലി അത് ബർഷ് എന്ന് പറയാൻ. ബർഷ് അത് പേരൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും അത് അവരുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീട്രൂട്ടും ഇപ്പോൾ പോളണ്ടിലേക്ക് ഇഷ്ടം പോലെയുള്ള ആപ്പിള് പോളണ്ട്, പിന്നെ ഈ പാഴ്സലി, ഇങ്ങനത്തെ ഡിഷസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് സിമ്പിൾ ഡിഷാണ്. അത് നമ്മൾ ജസ്റ്റ് ബോയിൽ ചെയ്യുന്നു, ബീട്രൂട്ട് ബോയിൽ ചെയ്യുന്നു. നമ്മളത് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ അത് പറയുന്നത് മാത്രം, വെസ്റ്റേൺ എന്ന് പറയുന്നത് മാത്രം, പക്ഷെ നമ്മുടെ നാട്ടിലും നമ്മൾ സൂപ്പ് വെച്ച് കഴിക്കാറുണ്ട്. അതേപോലെ തന്നെ ജസ്റ്റ് നമ്മൾ ഹെർബ്സ് ഒക്കെ ഇട്ടതിന് ശേഷം, ഗാർലിക് ഒക്കെ ഇട്ടതിന് ശേഷം അത് സോട്ട് ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം അത് അതിലേക്ക് വീണ്ടും നമ്മൾ പതുക്കെ സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ആ സ്റ്റോക്കിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവും, സ്റ്റോക്കിൽ കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ ഒപ്പം ആപ്പിൾ ഇടണം. ഇത് ഒരുപാട് ബീട്രൂട്ടൊക്കെ ഉള്ള കാരണം ഒരുപാട് ബ്ലഡ് സർക്കുലേഷനും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം.
കല്യാണങ്ങളിലൊക്കെ സമയത്ത് അവർ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ഇത് തന്നെ അവർ കുറച്ചുകൂടി റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് അവർ അതിലേക്ക് ക്രീം ആഡ് ചെയ്യാറുണ്ട്. കാരണം അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി മാറുന്നു, കുറച്ചും കൂടി തിക്കാവുന്നു. പക്ഷേ അതും അങ്ങനെ ഒരു ഇതായിട്ട് വരും. നമ്മളിങ്ങനെ ബീട്രൂട്ട് ജ്യൂസ് നമുക്ക് ഇപ്പോൾ നമ്മൾ ബീട്രൂട്ട് ജ്യൂസിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് പറയുകയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ജ്യൂസസ് മാർക്കറ്റിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് വരുന്നുണ്ട്. കാലത്ത് തന്നെ നിങ്ങൾ നെല്ല് മുളപ്പിച്ചതിൻ്റെ അല്ലെങ്കിൽ ഗോതമ്പ് മുളപ്പിച്ചതിൻ്റെ മുള വരും. ആ മുള നമ്മൾ വെറുതെ പച്ചക്ക് ജ്യൂസായിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യുന്നു. നമുക്ക് സോൾട്ട് പേപ്പർ ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മളത് കഴിക്കാറുണ്ട്. കാരണം ഇപ്പോഴത്തെ ഡയറ്റീഷ്യൻസ് ഒരുപാട് അത് പ്രിഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് അങ്ങനെ ഗുണങ്ങളുണ്ടെന്ന് പറയാറുണ്ട്, അങ്ങനെ ചെയ്യാറുമുണ്ട്, ഒരുപാട് ചെയ്യാറുണ്ട്. അത് തന്നെ ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെ നമ്മൾ മറ്റുള്ള ജ്യൂസസിൽ മിക്സ് ചെയ്തിട്ടും കഴിക്കാറുണ്ട്. പക്ഷെ ഇത് വെറും വയറ്റിൽ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി ഗുണങ്ങളുണ്ട് അതിന്, ഒരുപാട് ഗുണങ്ങളുണ്ട്. വൈറ്റമിൻസ് നമുക്ക് എല്ലാം മുളയ്ക്കും, വൈറ്റമിൻസ് പ്രോട്ടീൻസ് അങ്ങനത്തെ ഇതുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മളൊരു ഹെൽത്തി ഫുഡാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് നൽകിയത് അല്ലേ? അപ്പം അത് പലരും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണും വരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.